ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ, കാരണം നമ്മുടെ വീടുകളിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കിച്ചൺ സിങ്ക് ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറ്റാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കാനും, ഇപ്പോൾ എത്ര പഴകിയ എത്ര ഉപ്പുകറ പിടിച്ച സിങ്കാണേലും നമുക്ക് ക്ലീൻ ആക്കാൻ ഈ ഒരു സൂത്രം മാത്രം മതി കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും വലിയ തലവേദന പിടിച്ച കേസാണ് സിങ്ക് ബ്ലോക്ക് ആകുന്നതും. ഇതൊക്കെ മാറ്റാനൊക്കെ ഈ സൂത്രം മതി. അപ്പോൾ എന്താണ് ഈ സൂത്രം എന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീടുകളിൽ വലിച്ചെറിയുന്ന ഒരു സാധനമാണല്ലോ ഇത് ഇഷ്ടിക. എന്തോരം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇത് കാണും അല്ലേ. ചെറിയൊരു കഷ്ണം മാത്രം മതി. ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് പുതിയതുപോലെ ആക്കി മാറ്റാനും, അതൊരു വാഷ് ബേസിൻ ഒക്കെ പുതിയതുപോലെ ആക്കി മാറ്റാനും, അതൊരു ബാത്റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരു എത്ര കരി പിടിച്ച പാത്രമാണെങ്കിൽ പോലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പൊടിയും കൊണ്ട്. ഇതൊന്ന് കുറച്ച് മതി, നല്ല വെട്ടിത്തിളങ്ങും പാത്രങ്ങളും അതുപോലെ തന്നെ ചെമ്പ് പാത്രം, ഓട്ടുപാത്രങ്ങൾ, കിച്ചൺ സിങ്ക്, ബാത്റൂം, ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കാകെ രണ്ട് സാധനം മാത്രം മതി. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ കിച്ചൺ സിങ്കാണ് ക്ലീൻ ആക്കി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ, വേസ്റ്റൊക്കെ വീണിട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതൊക്കെ മാറ്റാനൊക്കെ സൂപ്പറാണ് ഇത് കേട്ടോ. പെട്ടെന്ന് തന്നെ പായലെല്ലാം ഉരുക്കി കളഞ്ഞിട്ട് നമ്മുടെ ആ പൈപ്പിൻ്റെ അകത്തെ അഴുക്കും വേസ്റ്റും എല്ലാം ദ്രവിച്ച് പോകും നമ്മൾ ഈ ഒരു സാധനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പൊടിയിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ വീട്ടിലില്ലെങ്കിൽ വിനാഗിരി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നാരങ്ങ ഉള്ളത് കൊണ്ടാണ് എടുത്തത്. നല്ല നാരങ്ങ വേണമെന്നൊന്നുമില്ല, ചീന നാരങ്ങയാണെങ്കിലും മതി. ഇപ്പോൾ ഒരു നാരങ്ങ നല്ലപോലെ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടി പൊടിച്ചെടുക്കുമ്പം ഒരു പഴയ അരിപ്പ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ തരുതരെന്നൊന്നും കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഹോളിലൂടെ പോയി പിന്നെ അത് ബ്ലോക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ പൊടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ആകത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കിച്ചൺ സിങ്ക് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴും അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. കൂടുതലും ഉപ്പ് കറയാണ്. ഈ ഉപ്പ് കറ ഈ ചില നാടുകളിലൊക്കെ വെള്ളത്തിൽ നല്ല ഉപ്പ് കറയായിരിക്കും. ആ ഉപ്പ് കറയൊക്കെ പോകാൻ വേണ്ടി നല്ല യൂസ്ഫുള്ളായിട്ടൊരു കിടുക്കാച്ചി സൂത്രമാണ് നമ്മുടെ ഇഷ്ടികയുടെ പൊടി കേട്ടോ. അപ്പം നാരങ്ങ നീരും കൂടെ. അപ്പോൾ ഈ വെളുത്ത് കിടക്കുക, എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ബാത്റൂമിൻ്റെ കതക് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും വെളുത്ത് കിടക്കുക ഉപ്പുകറ പിടിക്കുമ്പോൾ. അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരു തുള്ളിപ്പൊടി മാത്രം മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ കിച്ചൺ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രഷ് എടുക്കുക. കൈ കൊണ്ട് തേക്കുന്നവർക്ക് കൈ കൊണ്ട് തേക്കുക, അല്ലെങ്കിൽ കിച്ചൺ സിങ്കിലിട്ട് തേക്കുന്ന ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കയ്യിലൊരു ഗ്ലൗസ് ഇടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ആദ്യം തേച്ച് കൊടുത്ത് 2 മിനിറ്റ് അങ്ങനെ ഇടുന്നുണ്ട്. എന്നാൽ മാത്രമേ നല്ലപോലെ ആ ഉപ്പുകറയൊക്കെ പോയി കിട്ടത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു സ്പോഞ്ച് എടുത്തിട്ട് എല്ലായിടവും ഒന്ന് നമുക്കിത് തേച്ച് കൊടുക്കാം. ബ്രഷ് കൊണ്ട് അങ്ങനെ തേച്ചാൽ എല്ലായിടവും ആകില്ല. പകരം ഒരു സ്പോഞ്ച് കൊണ്ടോ എന്തെങ്കിലും ഒരു കൈ കൊണ്ടാണേലും ചെയ്യാവുന്നുള്ളൂ. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. അത് കണ്ടില്ലേ, ഞാനിത് ഫുൾ അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എടുക്കുന്നത് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ തൊണ്ടാണേലും മതി. ആ നാരങ്ങ തൊണ്ട് എടുത്തിട്ട് ഈ നാരങ്ങ തൊണ്ട് കൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നാരങ്ങ തൊണ്ട് കൊണ്ടൊന്ന് തൂത്തൂടെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല റിസൾട്ടാണ്. അത്ര കറ പിടിച്ച് കിടന്ന് അത്രയും ഭാഗം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അന്നപ്പോൾ തന്നെ മനസ്സിലാവും. നല്ലപോലെ ഇത് കണ്ടില്ലേ, നല്ലപോലെ ആ ഉപ്പുകറ പിടിച്ച ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ എന്നിട്ട് ആ ഒരു തൊണ്ടും കൂടി ഇത് ഫുള്ള് ഞാനിന്ന് തേച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റാനും അതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ബാഡ് സ്മെല്ല് കളയാനൊക്കെ ഉള്ള അടിപൊളി വീഡിയോകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ ഇത് എല്ലായിടും നല്ലപോലെ ഒന്ന് ഇങ്ങനെ തേച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പുകറ ഫുള്ള് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിട്ട് തേക്കുമ്പോൾ നാരങ്ങയുടെ ഒരു മണവും ഇഷ്ടികപ്പൊടിയുടെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്ന് ആ ബാഡ് സ്മെല്ലെല്ലാം പോകും. നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഈ വേസ്റ്റ് കുഴിയിൽ ഇങ്ങനെ വെള്ളം നമ്മുടെ ഇതിൻ്റെ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ചീന മണം
പോലെ ഒരു ബാഡ് സ്മെല്ല് വരുമല്ലേ, ആ മണമൊന്നും പിന്നെ ഉണ്ടാകത്തില്ല. ഇത് മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന പായലുകൾ, ചെറിയ ചെറിയ കീർമികൾ എല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലോസറ്റിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബ്രഷ് വെച്ച് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് തേച്ചതിന് ശേഷം ഇന്ന് കഴുകി കാണിച്ചു തരാം. അന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പപ്പായ ഇലയും കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ ചിരട്ടയും കൊണ്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേര് സഹിതം ആ ടിപ്പ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളുടെ പേര് സഹിതം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നല്ല നല്ല ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നതെന്നുള്ള കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല നല്ല ഈ ടിപ്പുകളെല്ലാം കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കിടന്ന കിച്ചൺ സിങ്കാന്ന് പറയത്തേ ഇല്ല ഇത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ വെള്ളം തുറന്ന് വിടുമ്പോൾ ഈ കിച്ചൺ സിങ്കിൻ്റെ ഹോളിലോട്ട് വേറൊരു സാധനം വെച്ച് കൊടുക്കുമല്ലോ, അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ കാര്യം അതിൻ്റെ അകത്ത് തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോളിൽ കൂടെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു തട്ടി വന്ന് അടിഞ്ഞ് കിടന്നോളും. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് കഴുകി ഇറക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരുന്നുള്ള മിസ്റ്റികയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്കത് വാരിക്കളഞ്ഞ ശേഷം അതൊന്ന് തുറന്നു വിടാം. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ കാണുന്നത്. ഇനി ഞാനിത് പതുക്കെ എടുത്ത് വിടുന്നുണ്ട്. അന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വെള്ളവും നല്ല ചുഴി പോലെ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെള്ളം ഫുള്ള് പോയിട്ടുകൊണ്ട് ആ ചെറിയ ബ്ലോക്ക് കൊണ്ടത് ആ ബാറ്റ്സ്മെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിലും വേസ്റ്റ് കൊണ്ടിരുന്നാണെങ്കിലും കിച്ചൺ സിങ്കിൻ്റെ അകത്ത് ഒരു നോട്ടം ഇല്ലാതെ കിച്ചൺ സിങ്ക് ഫുള്ള് നശിപ്പിച്ച് കളയാം. ചോറൊക്കെ കൊണ്ട് കൊട്ടി, മീൻ മുള്ള ഇതെല്ലാം കൊണ്ടിടാറുള്ള കുട്ടികൾ ചെയ്യാറുണ്ട്. മുതിർന്നവരും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ, അപ്പോൾ നമുക്ക് ആ ഒരു മണം ആ ബ്ലോക്ക് ആകുമെന്നോ പരിപാടിയൊന്നും പിന്നെ ഉണ്ടാകത്തില്ല. ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ നമ്മുടെ കിച്ചൺ സിങ്ക് ഇവിടെ ക്ലീൻ ആകും. അതുപോലെ തന്നെ വാഷ് ബേസിനും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാത്റൂമിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ പൈപ്പിൻ്റെ ഇവിടെ നിന്ന് അതിൻ്റെ അകത്തുള്ള പായൽ പോലും ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സൈഡിൽ നിന്ന് പായൽ വരെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിനകത്ത് എന്ത് പായലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒറ്റ യൂസിൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. വെളിയിൽ നിന്ന് കാശ് കൊടുത്തൊന്നും മേടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. വീട്ടമ്മമാർക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു വലിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആളെ വിളിച്ച് ചെയ്യിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 5 വയസ്സ് വീട്ടമ്മമാരിനി മുടക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ ചെയ്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പാടില്ല ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കിച്ചൺ സിങ്കൊക്കെ നല്ല തിളകി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.